നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ പാർവതി, എന്താ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? മനസ്സിനൊരു സുഖമില്ലമ്മേ. ദേവിക പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാണോ നീ? എടി, അവള് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞാലും നിത്യശരത്ത് ഈ വീട്ടിൽ തന്നെ താമസിക്കും. അത് തടയാനൊന്നും ദേവിക്ക് കഴിയില്ല. എനിക്കവളെ തീരെ വിശ്വാസമില്ലമ്മേ. പണ്ട് നമ്മൾ എന്തു പറയുമ്പോഴും തിരിച്ചൊന്നും പറയാതെ നിൽക്കുമായിരുന്ന പെണ്ണ ഇപ്പൊ ഇങ്ങോട്ട് കയറി ഓരോന്ന് പറയുന്നു. ജോലിയും വീടും കിട്ടിയപ്പോ അവളുടെ മട്ടും ഭാവവും ഒക്കെ മാറിയമ്മേ. അവക്കിപ്പോ നല്ല അഹങ്കാരം വന്നിട്ടുണ്ട്. അപ്പൊ നീ പറയുന്നത് ശരത്തിനെ ഇവിടുന്ന് മാറ്റുമെന്നാണോ? അതെ. എങ്കിലേ നമുക്കും അവരുടെ കൂടെ പോണം. ശരത്ത് മോനും അതായിരിക്കും സന്തോഷം. ഞാൻ അതും ആലോചിച്ചതാ. പക്ഷേ മനോഹരേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, കൂടെ കൊണ്ടുപോകുന്നതും ശരിയല്ല. നമ്മളായിട്ട് ശരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ അവന്റെ അമ്മയല്ലേ. ഞാൻ പറയുന്നത് മനോഹരനെ ദേവിക നോക്കട്ടെ എന്നാ. ഇവിടെ ഈ വീടും മനോഹരനെ അവക്കല്ലേ എഴുതി കൊടുത്തത്. അപ്പൊ മനോഹരനെ നോക്കാനുള്ള ബാധ്യത അവക്കില്ലേ? ഉണ്ട്. അത് അവള് ചെയ്യട്ടെ. അവളത് ചെയ്തില്ലെങ്കിലോ? മാത്രമല്ല, അവക്ക് ജോലിയില്ലേ? പകൽ ഇവിടെ ഒരാള് വേണ്ടേ? അവള് ഹോം നഴ്സിനെ നിർത്തട്ടെ. മനോഹരനെ കുറിച്ച് ആലോചിക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ നീ അത് ആലോചിക്കുക തന്നെ വേണം. പക്ഷേ എത്ര ആലോചിച്ചാലും പരിഹാരം കിട്ടാത്ത ചില പ്രശ്നങ്ങളില്ലേ, അതിൽ പെടും ഇതും. എടി, മനോഹരനെ തൽക്കാലം അങ്ങ് മറക്കുക. എന്നിട്ട് നിത്യയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇതല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുന്നിലില്ല. രക്ഷപ്പെടാനേ ഒരുപാട് അവസരങ്ങളൊന്നും ദൈവം തരില്ല. കിട്ടുന്നത് അങ്ങ് ഉപയോഗിക്കണം. അതാ ബുദ്ധിയുള്ളവരുടെ ലക്ഷണം. നമ്മൾ ആ ഗണത്തിലാ പെടേണ്ടത്. നീ എന്തായി ആലോചിച്ചു കൂട്ടുന്നേ? നിനക്കിപ്പോഴും സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ. ശരത്ത് ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോ, അല്ല, എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാണല്ലോ അയാള്. നമ്മള് മോശക്കാരല്ലല്ലോ നിത്യേ. ഞാനുണ്ട്, സിദ്ധു ഉണ്ട്. പിന്നെന്തിനാ നീ പേടിക്കുന്നേ? പേടിയല്ലേ എടുത്തി, ഒരു സംശയങ്ങളാ. പോലീസിലൊരു പരാതി കൊടുത്താ അതിലവർ ഉടനെ തന്നെ ആക്ഷൻ എടുക്കോ? അല്ല, എടുക്കുമായിരുന്നെങ്കിൽ ആ റൂബിയുടെ മരണത്തിന് പിന്നില് ആ ശരത്താണെന്ന് പറഞ്ഞാ മതിയായിരുന്നു. അങ്ങനെ വെറുതെ പറഞ്ഞാ പോരല്ലോ മോളെ, തെളിവ് വേണ്ടേ? അതെവിടുന്ന് എടുത്തു കൊടുക്കും? അപ്പൊ പിന്നെ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഏട്ടത്തി പറഞ്ഞതോ? അതെങ്ങനെയാ സംഭവിക്കാൻ പോകുന്നേ? അതെല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്ന സിദ്ധുവാ. സിദ്ധുവിന് നല്ല വിശ്വാസമുണ്ട് കല്യാണത്തിന് മുൻപ് ശരത്ത് അറസ്റ്റിലാവുന്ന്. ഉറപ്പാണോ എടുത്തി? സിദ്ധു ചതിക്കോ? ഞാനങ്ങനെ കരുതുന്നില്ല. നാളെ ഞാൻ സിദ്ധുവിനെ കാണുന്നുണ്ട്. കല്യാണം മുടക്കാനുള്ള വഴികള് നാളെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിക്കും. കൂട്ടത്തില് റൂബിയെക്കുറിച്ചുള്ള സംശയങ്ങളും കൂടി പറയണം. എല്ലാം കൂടി ഒരൊറ്റ പരാതിയായിട്ടായിരിക്കും സിദ്ധു കൊടുക്കാൻ പോകുന്നത്. ആ കൂട്ടത്തില് റൂബി ഉണ്ടായിക്കോട്ടെ. നിന്റെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. നിന്റെ ജീവിത, നിന്റെ ഭാവിയാ. നിനക്ക് പേടിയുണ്ടാവും, ഉണ്ടാവണം. പക്ഷെ നിന്നെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ഒരേട്ടത്തിൽ നിനക്കുണ്ടെന്ന് നീ മറക്കരുത്.
സ്വന്തം ജീവൻ കൊടുത്തും നിന്നെ രക്ഷിക്കാൻ ആ ഏട്ടത്തി ശ്രമിക്കും. അത് നീ മറക്കരുത്. എനിക്കറിയാം ഏടത്തി, ആ ഒറ്റ ബലത്തിലല്ലേ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഏട്ടത്തി വെറും വാക്ക് പറയാത്ത ആളാണല്ലോ, അതാ എന്റെ ധൈര്യം. സന്തോഷത്തോടെ ഇരിക്കെ. നീ ഭയക്കുന്ന പോലൊന്നും നടക്കാൻ പോകുന്നില്ല. മോൻ ഇവിടെ വന്നിരിക്കായിരുന്നോ? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മ ഉണ്ടാക്കിയതാ? പിന്നെ ഇവിടെ ആരാ ഭക്ഷണം ഉണ്ടാക്കാൻ? എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു ജോലി കരിയ വെക്കണം. അമ്മ ഇനി അടുക്കളയൊന്നും കിടന്ന് കഷ്ടപ്പെടണ്ട. അങ്ങനെ ഒരു ജീവിതം പണ്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു, എന്റെ സുതിമോൻ ഉണ്ടായിരുന്ന കാലത്ത്. ഇപ്പോ ആ പ്രതീക്ഷയൊന്നും എനിക്കില്ല. സുധി സാറിന് പകരമല്ലമ്മേ ഞാൻ വരാൻ പോകുന്നത്. സുധി സാർ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ ജീവിക്കും. അമ്മോ കഴിക്കാം. സാറ് കഴിക്കാൻ പോവാണോ? അപ്പോഴേ ദിവസം വന്നിരുന്ന് വെട്ടിവിഴുങ്ങിയ മാത്രം മതിയോ? അതെങ്ങനെ ഉണ്ടാകുന്നു കൂടി അറിയണ്ടേ? ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്ന അമ്മയാ. അമ്മയ്ക്കത് ഉണ്ടാക്കാൻ ആരാ സാധനങ്ങളൊക്കെ വാങ്ങിത്തരുന്നത്? അതിനുള്ള പണം എവിടുന്നാ? അതിനെക്കുറിച്ചാ ചോദിച്ചേ. കുറെ കാലം ഓസിനിവിടെ കഴിഞ്ഞില്ലേ, ഇനി അത് പറ്റില്ല. ഇനി ശരത്തിന് ഇവിടെ താമസിക്കണമെങ്കിൽ വാടക തരണം. എന്ത് വൃത്തികേടാടി നീ പറയുന്നേ? ഇവനോട് വാടക ചോദിക്കേ. ഇവൻ ആരാന്ന് നിനക്കറിയാമോ? എനിക്കറിയാവുന്ന ഒന്നും ഇവിടെ പറയാൻ കൊള്ളില്ലമ്മേ. പിന്നെ നിത്യയുടെ ഭർത്താവാകാൻ പോകുന്ന ആൾ എന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നെങ്കിൽ അതായിട്ട് എന്നോട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുവരെ ഇവനൊരു ഔട്ട്സൈഡറാ. ഭിക്ഷാന്തി, അഭയാർത്ഥി. നീ കൂടുതൽ കയറുന്ന ഉരുളണ്ട. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. കോടീശ്വരനാണെന്നല്ലേ അവകാശവാദം. അതിന്ന് കുറച്ച് കാശെടുത്ത് വാടക ഇനത്തില് അമ്മയുടെ കയ്യിൽ കൊടുക്ക്. കുടുംബ ചെലവിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അമ്മ ശരിക്കും പാടുപെടുന്നുണ്ട്. അമ്മയ്ക്കൊരു സഹായം ആയിക്കോട്ടെ.